ശ്രീ എം പി രാജേഷ്, ഇവിടെ ഈ വിധിയൊക്കെ വന്നാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും മറ്റുമൊക്കെ തുടരും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും ഏത് വിധത്തിലാണെങ്കിൽ തന്നെയും എന്ന കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. ഇവിടെ യുക്തി കൊണ്ട് അളക്കാൻ ഇത് ക്ഷേത്രം ഒരു സയൻസ് മ്യൂസിയം അല്ല എന്ന് മനു അഭിഷേക് സിംഗ്വി അദ്ദേഹത്തിന്റെ വാദത്തിനിടെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളോട് വഞ്ചനയാണ് കാണിച്ചത് എന്ന് ബി.ജെ.പിയും കോൺഗ്രസും ഒരുപോലെ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം പ്രസ്താവനയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ഒരു നിലപാട് മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. സർക്കാരിന്റെ നിലപാട് മാറ്റേണ്ടുന്ന എന്തെങ്കിലും വാദമുഖങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? റിവ്യൂ ഹർജിയുമായി പോയിട്ടുള്ള ആരും ഉന്നയിച്ചിട്ടില്ല. അത് നിങ്ങളുടെ തന്നെ റിപ്പോർട്ടിൽ ആദ്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ഒരു വാദമുഖവും സുപ്രീം കോടതിയുടെ മുമ്പിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്ന്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനോട് നേരത്തെ കേസ് നടന്നപ്പോഴും അഭിപ്രായം ചോദിച്ചു. സർക്കാരിന്റെ അഭിപ്രായം അന്നും വ്യക്തമാക്കി. അതേ അഭിപ്രായം വിധി വന്ന ശേഷം റിവ്യൂ ഹർജിയിലും വ്യക്തമാക്കി. സർക്കാർ അന്നും ഇന്നും ഒരേ നിലപാടാണ് എടുത്തിട്ടുള്ളത്. എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്ന് ചോദിച്ചപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അന്നും ഇന്നും സർക്കാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, പക്ഷേ സുപ്രീം കോടതിയുടെ വിധി എന്തായിരുന്നാലും അത് നടപ്പാക്കും. സുപ്രീം കോടതിയുടെ വിധി പ്രവേശിപ്പിക്കണമെന്നാണെങ്കിൽ അങ്ങനെ, അല്ല പ്രവേശിപ്പിക്കേണ്ട എന്നാണെങ്കിൽ അതും. രണ്ടായിരുന്നാലും കോടതി വിധി നടപ്പാക്കും എന്ന അഷുറൻസ് കോടതിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റാണിത്. ഇപ്പോ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ഇനി റിവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്നാണ് കോടതിയുടെ തീരുമാനമെങ്കിലും അത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ എത്രയോ തവണ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു താല്പര്യമോ ലക്ഷ്യമോ ഇല്ല. ഇത് വിശ്വാസികൾക്ക് എതിരായിട്ടുള്ള സമീപനവുമല്ല, ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിറവേറ്റുക എന്നതല്ലാതെ സർക്കാരിന് ഇക്കാര്യത്തിൽ മറ്റൊരു താല്പര്യവും ഇല്ല. പക്ഷെ അതേസമയം സർക്കാരിന് ഈ പ്രശ്നത്തിൽ അഭിപ്രായമുണ്ട്. അത് കോടതി ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്ത കാര്യമാണല്ലോ. ആദ്യത്തെ സർക്കാരിന്റെ അഫിഡവിറ്റ്, ആ അഫിഡവിറ്റിൽ പറഞ്ഞത് അഴിമതിക്കാരല്ലാത്ത എന്നാൽ വിവരമുള്ള പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്ത് കോടതി ഒരു തീരുമാനത്തിലെത്തുക, ആ തീരുമാനം എന്തായാലും നടപ്പാക്കുമെന്നാണ് അഫിഡവിറ്റ് തന്നെ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളത്. നമ്മൾ വായിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇക്കാര്യങ്ങളെല്ലാം. പിന്നെ ഞാനിപ്പോ കോടതിയിലെ ജഡ്ജിയുടെ ജാതിയും മതവും തെരഞ്ഞ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതൊക്കെ വളരെ വളരെ സംസ്കാരശൂന്യവും ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവും കോടതി അലക്ഷ്യവുമാണ് എന്നുകൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജഡ്ജി ഇന്ന പ്രത്യേക വിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വിവരമില്ല എന്നൊന്നും പറയാനുള്ള ധാർഷ്ട്യവും ഞാൻ കാണിക്കുന്നില്ല. ജഡ്ജി ഒരു വിവരമില്ലാത്തയാളാണ് എന്നൊക്കെ വന്നാൽ പോലും അങ്ങനെ പറയാമോ എന്നുള്ളത് വേറെ കാര്യം. അപ്പോ അല്ല, ഞാൻ പറഞ്ഞോട്ടെ ഹിന്ദുയിസത്തിലെ പറ്റി എല്ലാത്തിനെ പറ്റി പറയുമ്പോൾ മിനിമം ഒരു ശ്രീമതി സ്മിത മേനോൻ അദ്ദേഹം പറയട്ടെ. താങ്കൾ പറയുമ്പോൾ ആരും ഇടപെട്ടില്ല. അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞു പൂർത്തിയായ ശേഷം ഞാൻ അതിലേക്ക് വരാം. ശ്രീ എം പി രാജേഷ് തുടരും. ആ ബഹുമാന്യ വനിതയോട് എനിക്ക് പറയാൻ, ആ പാനലിലിരിക്കുന്ന എനിക്ക് തീരെ പരിചയമില്ലാത്ത ബഹുമാന്യ വനിതയോട് പറയാനുള്ളത്, സംവാദത്തിൽ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞതെല്ലാം ഞാൻ ആ ഘട്ടത്തിലൊന്നും ഇടപെടാതിരുന്നത്. സാധാരണ അങ്ങനെ ഇടപെടാറുമില്ല. എത്ര എതിരായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അധിക്ഷേപകരമായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ആ സമയത്ത് സഹിഷ്ണുതയോടെ കേട്ടിരിക്കുക എന്നതാണ് ഞാൻ പുലർത്താറുള്ള ഒരു സമീപനം. അതുകൊണ്ടാണ് അങ്ങനെ കേട്ടിരുന്നത്. അതുകൊണ്ട് ക്ഷമയുണ്ടെങ്കിൽ, സഹിഷ്ണുതയുണ്ടെങ്കിൽ ദയവായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ പറഞ്ഞത് എനിക്കത് വളരെ അനുചിതവും അരോചകവുമായി തോന്നി. അവർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു ജഡ്ജിയുടെ മതം ഇവിടെ പരാമർശിച്ചു. അത് പ്രസക്തമേ അല്ല. എന്തൊരു വിഷലിപ്തമാണ് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ. നിഷ്കളങ്കം എന്ന നാട്യത്തിലാണ് പറയുന്നത്, നിഷ്കളങ്കമേ അല്ല. ഒരു ജഡ്ജിയുടെ മതം ഇരുന്ന് പരസ്യമായിട്ട് പറയുകയാണ്. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കേണ്ട വിഷയം. അപ്പോ അദ്ദേഹം ഇന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. രണ്ട്, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊരു വിവരവുമില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 12 വർഷം സുപ്രീം കോടതി കേട്ടൊരു കേസാണിത് എന്നതാണ്. ആദ്യമായിട്ട് ഇന്ന് നടക്കുന്ന വാദമോ ഒന്നുമല്ല. 12 വർഷം കേട്ടതാണ്. 12 വർഷം ഉന്നയിക്കപ്പെട്ടതിൽ നിന്ന് പുതുതായി ഒന്നും ഉന്നയിക്കപ്പെട്ടിട്ടില്ലെന്ന് മാധ്യമങ്ങൾ പറയുന്നു. ഞാനതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു വിജ്ഞനായിട്ട് നടിക്കാനും ബാക്കിയുള്ളവർക്കൊന്നും വിവരമില്ല എന്ന് പറയാനും ഞാൻ ആളല്ല. ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് നടന്ന വാദങ്ങളുടെ വിശദാംശങ്ങളൊന്നും ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ പ്രശ്നം ഇതാണ്, നമ്മൾ കോടതിയുടെ പരിഗണനയിൽ ഒരു കാര്യം ഇരിക്കുന്നു, കോടതി അന്തിമ തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്നു. അതിനു മുമ്പേ പുലർത്തുന്ന മുൻവിധി അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത്തരം മുൻവിധികൾ എന്തിനാണ് ഇത്ര ബേജാറ്? ഗവൺമെന്റിനെ സംബന്ധിച്ച് ബേജാറില്ലെന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഞാനിപ്പോ പറഞ്ഞല്ലോ, എന്താണ് വിധിയെങ്കിലും ഞങ്ങൾ